Welcome to Reshma's Kitchen. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം പോകാം വീഡിയോയിലോട്ട്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇപ്പം മൈദ അളന്നേക്കുന്നത്. ഇങ്ങനെയൊരു ഏകദേശം ഈ ഒരു അളവിൽ വരുന്ന ഒരു ഗ്ലാസ് എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന മെഷറിംഗ് കപ്പിൽ ഈ 240 ml ഒരു കപ്പിൽ ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ ഒരു ഗ്ലാസ്സിൽ മൈദ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേ അളവിൽ തന്നെ ഈ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഷുഗറും ഓയിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ മൈദയെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം മൈദയുടെ എല്ലാ ഭാഗങ്ങളിലും മിക്സായി എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ ഈ മൈദേനെ 3 ടൈംസ് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാറിൽ ഞാൻ 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 3 മുട്ട ഒന്ന് ഞാൻ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സി ചൂടാവാതെ സൂക്ഷിക്കണം. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, നമ്മൾ നേരത്തെ മൈദ അളന്നിട്ടുള്ള അതേ കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസും നമ്മൾ നേരത്തെ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ സ്മെല്ലില്ലാതെ ഓയിൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ ഉരുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1 സൈഡിലോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശ എടുക്കുന്ന വുഡൻ സ്പാറ്റുലയോ നമ്മുടെ കയ്യിൽ എന്താ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ടേക്ക് നല്ലതായിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് മൈദ തൂകി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എക്സ്ട്രാ വരുന്ന മൈദ നമുക്ക് പുറത്തേക്ക് തട്ടിക്കളയാം. അതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബാറ്റർ ഒഴിച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതൊരു 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പാത്രമാണിത്. ഇനി ഇതിൻ്റെ മിഡിലോട്ടായിട്ട് ഞാനൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മിഡിലിൽ ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടാനോ കുറക്കാനോ പാടില്ല. 40 മിനിറ്റ്സാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കേക്കിൻ്റെ ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം നമുക്കൊന്ന് കേക്ക് ബേക്കായോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ കേക്ക് ശരിക്കും ബേക്കായി കിട്ടില്ല. ഇനി കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് ഷുഗർ ഇട്ട് നല്ലൊന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് ബോയിലായി ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോക്ക് വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫോക്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും പുറത്ത് വെച്ചിട്ട് ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാംസ് വിപ്പിംഗ് പൗഡറിന്
100 ml മിൽക്ക്, അതാണ് അതിൻ്റെ കണക്ക്. പക്ഷേങ്കിൽ പാല് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, അപ്പം നമ്മുടെ ക്രീം ലൂസായി പോകും. കുറച്ച് കുറച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ക്രീമി ആയി കിട്ടുന്നത് വരെക്കും നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തെ പാത്രത്തിലുള്ള ഐസ് വാട്ടർ ക്രീമിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ക്രീം ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ല മധുരമുള്ള ക്രീമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എബവ് 15 മിനിറ്റ്സ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കാം. ആ ടൈം വരെക്കും നമുക്ക് നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് അത് ചെയ്യാനായിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കേക്ക് ഇളകി വരും. കേക്ക് തണുത്തതിന് ശേഷം മാത്രം പുറത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ കേക്ക് പുറത്തെടുക്കുമ്പോഴത്തേക്കും കേക്ക് പൊടിഞ്ഞു പോവും. അപ്പോൾ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്നൊരു ഭാഗം ചുറ്റും കത്തി വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്കൂടെ നൂലിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ല കറക്റ്റായിട്ട് കട്ടായി കിട്ടും. അങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ചെയ്യാം, 2 or 3 നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിനുശേഷം ഞാൻ ഓരോ ലെയറിൻ്റെ മുകളിലോട്ടായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടേൺ ടേബിളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തിരിയുന്ന ടൈപ്പിലൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് പ്ലേറ്റ്, നമ്മുടെ കേക്കിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ ഐസിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദോശ എടുക്കുന്ന വുഡൻ സ്പാറ്റുലയോ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അത് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ലെയറിൽ മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടും കൂടെ നല്ലതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം തേച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലായിടെയും നല്ലതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം തേച്ച് ഒന്ന് കവറാക്കി എടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗ്രേഡ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത് കവറായി പോവും. അപ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തത് ഫുള്ളായിട്ടൊന്നിട്ട് കവർ ചെയ്യാം. സൈഡിലും മുകളിലും മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക് പാക്കറ്റിൻ്റെ കവറാണ് ഞാനിന്നിവിടെ പൈപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വൺ സൈഡ് കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ക്രീം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ആ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊരു 5-10 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രീം കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായി ചോക്ലേറ്റൊക്കെ ഇട്ട് കേക്കിനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് നമുക്ക് ഒരു ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കാം.
ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീം കിട്ടാത്ത ആൾക്കാർ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായി കാണുന്നത് വരയ്ക്കും ബൈ.